friends, welcome back to my channel. കഴിഞ്ഞ വീഡിയോയിൽ ആൻജിയോസ്പേംസ് മോർഫോളജി ബേസിക് സെക്കൻഡ് പാർട്ട് ആയിരുന്നു. അതിൽ ഫ്ലവറിൻ്റെ കാലിക്സ് കൊറോളയെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഒരു ടാക്സോണമി സ്റ്റുഡൻറ്റ് ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി പഠിക്കുന്നവർക്കും പഠിച്ചവർക്ക് റിവൈൻഡ് ചെയ്യുവാനും ഇത് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ കൂടി ചെയ്യുക. വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫ്ലവറിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ഏതൊക്കെ ഭാഗമാണുള്ളത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഏതൊക്കെ ഫ്ലോറൽ വോൾസ് ആണുള്ളതെന്നൊക്കെ. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ആണ് ഒക്കെ ഉള്ളത്. അതിൽ കാലിക്സും കൊറോള എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ പാർട്ടാണ്. അവർ സ്റ്റെറൈലായിരിക്കും. അവർക്ക് റീപ്രൊഡക്ഷനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ആൻഡ്രീഷ്യം, ഗൈനീഷ്യമാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത്. അവരാണ് ഈ ഒരു ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ട്. അപ്പോൾ അതിൽ ആൻഡ്രീഷ്യത്തിനെ പറ്റി നമുക്ക് ആദ്യമായിട്ട് പഠിക്കാം. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് സ്റ്റേമെൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോറോഫിൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. കാലിക്സിൻ്റെ ഓരോ ഫ്ലോറൽ വോൾസിലുള്ള ഓരോ യൂണിറ്റിനെയും നമ്മൾ പറയുന്നത് സെപ്പൽസ് എന്നായിരുന്നു. കൊറോള എന്ന് പറയുന്ന ആ ഒരു വോളിൻ്റെ അകത്തെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ പറയുന്നത് പെറ്റൽസ് എന്നായിരുന്നു. അതുപോലെ തന്നെ ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞൊരു ഫ്ലോറൽ വോളിലെ മൂന്നാമത്തെ വോളാണ് അകത്തോട്ട് പോകുമ്പോൾ. ആ മൂന്നാമത്തെ വോളായിട്ടുള്ള ആൻഡ്രീഷ്യത്തിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ സ്റ്റേമെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വോൾസിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം എന്ന് പറഞ്ഞു വരും. അല്ലാതെ ഓരോ യൂണിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സെപ്പൽസ്, പെറ്റൽസ്, സ്റ്റേമെൻസ്, പിസ്റ്റിൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ലെ കാർപ്പൽസ് നമ്മൾ പറയും. അപ്പം മൈക്രോസ്പോറോഫിൽ ബിയേഴ്സ് മൈക്രോസ്പൊറാഞ്ചിയ ഓർ പോളൻ സാക്ക്. ഈ മൈക്രോസ്പോറോഫിൽ അല്ലെങ്കിൽ സ്റ്റേമെൻസിനകത്താണ് പോളൻ സാക്ക് അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയ ഉള്ളത്. ഈ പോളൻ സാക്കിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ഉണ്ടാവുന്നത്. ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ആൻഡ്രീഷ്യത്തിനെ പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം ആ താഴെ ഫോട്ടോ കാണിച്ചേക്കുന്ന കണ്ടില്ലേ, അതാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേമന് രണ്ട് റീജിയൻസും ഉണ്ട്. ഒരു ഫിലമെൻറ്റും ഉണ്ട്, ആന്ത്രവും ഉണ്ട്. ഫിലമെൻറ്റും ആന്ത്രം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത്. ഇനി അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് സ്റ്റേമൻ? ഒരു സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേമൻ എറൈസസ് ആസ് എ സ്മോൾ പാപ്പിലിയോണേറ്റ് ഔട്ട്ഗ്രോത്ത് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഫ്രം ദ ഗ്രോവിംഗ് ടിപ്പ് ഓഫ് ഫ്ലോറൽ പ്രൈമോഡിയ. ഫ്ലോറൽ പ്രൈമോഡിയ എന്ന് വെച്ചാൽ ഒരു ഷൂട്ട് ആവേണ്ട, നമ്മൾ പറഞ്ഞു ഒരു മോഡിഫൈഡ് ഷൂട്ടാണ് ഫ്ലവർ എന്ന്. അപ്പം ആ ഷൂട്ട് ആവേണ്ട ആ ഒരു ഭാഗം അതൊരു ഫ്ലോറൽ പ്രൈമോഡിയമായിട്ട് മാറുന്നു. അതിൻ്റെ ഗ്രോവിംഗ് ടിപ്സിലുള്ള ചില മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഒരു എന്തായിട്ട് മാറുന്നു, ചില പാപ്പിലിയോണേറ്റ് ഔട്ട്ഗ്രോത്ത് പോലെ ആയിട്ട് മാറുന്നു. ചെറിയ ടീത്ത് പോലൊക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ആക്ച്വലി ഗ്രോസ് ആൻഡ് ഗെറ്റ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ബ്രോഡ് ആൻഡ് സ്റ്റെറൈൽ ഏപ്പിക്കൽ പോർഷൻ കോൾഡ് ആന്തർ. ബ്രോഡ് ആൻഡ് ഫെർട്ടൈൽ ഏപ്പിക്കൽ പോർഷൻ കോൾഡ് ആന്തർ. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഔട്ട്ഗ്രോത്തിൻ്റെ മുകൾ ഭാഗം കുറച്ച് ബ്രോഡായിരിക്കും. അതുപോലെ തന്നെ ഫെർട്ടൈൽ ആയിരിക്കും. നല്ല റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും. ആ ഏപ്പിക്കൽ പോർഷൻ എന്ന് പറയുന്ന ടിപ്പ് പോർഷൻ, അതിനെയാണ് ആന്തർ എന്ന് പറയുന്നത്. ഈ ഫിഗർ കാണിച്ചിട്ടില്ലേ, ആ കുറച്ച് ബൾജിങ് ആയിട്ടുള്ള സ്വെല്ലിംഗ് ആയിട്ടുള്ള യെല്ലോ കളറിലുള്ള സെക്കൻഡ് ഫിഗറിൽ യെല്ലോ കളറിലിരിക്കുന്ന ആ ഒരു പോർഷനാണ് ആന്തർ എന്ന് പറയുന്നത്. ആൻഡ് ദ സ്ലെൻഡർ ആൻഡ് സ്റ്റെറൈൽ ബേസൽ പോർഷൻ കോൾഡ് ഫിലമെൻറ്റ്. ആ സ്ലെൻഡർ ആയിട്ടുള്ള ഗ്രീൻ കളറിൽ കാണുന്ന അതെന്ന് പറയുന്നത് സ്റ്റെറൈലായിരിക്കും. അതിനെയാണ് നമ്മൾ ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ആന്തറും ഫിലമെൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു റീജിയന് പറയുന്ന പേരാണ് കണക്റ്റീവ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് മെയിനായിട്ടും ഒരു സ്റ്റേമന് ഉള്ളത്. ഫിലമെൻറ്റ് കണ്ടെയ്ൻസ് എ വസ്കുലർ ബണ്ടിൽസ് ദാറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ് ആൻഡ് വാട്ടർ ടു ദ ആന്തർ. അപ്പോൾ ഈ ഫിലമെൻറ്റിനുള്ളിലാണ് വസ്കുലർ ബണ്ടിൽസ്, സൈലോ ഫ്ലോയോ ഒക്കെ ഉള്ളത്. അപ്പം വാട്ടറും ഫുഡും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ഫിലമെൻറ്റ് വഴിയായിരിക്കും ആന്തറിലോട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, എന്താണ് സ്റ്റാമിനൽ ട്യൂബ്? സ്റ്റാമിനൽ ട്യൂബ് എന്ന് വെച്ചാൽ
ചില ഫ്ലവേഴ്സിലൊക്കെ ആണെങ്കിൽ ഈ സ്റ്റേമൻസിൻ്റെ ബേസ് റീജിയൻ എന്ന് വെച്ചാൽ ഫിലമെൻറ്റിൻ്റെ ഏറ്റവും അടിഭാഗം ഫ്യൂസ് ചെയ്തിട്ട് ഒരു ട്യൂബ് പോലെ കാണപ്പെടും. ഇപ്പോൾ ചെമ്പരത്തിയുടെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെ ഫിഗർ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഒരു നിറയെ സ്റ്റേമൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം അടിഭാഗം ആ ബേസൽ ഭാഗം ഒരു ജോയിൻ ചെയ്ത് ഒരു ട്യൂബ് പോലെ ആയിക്കോണ്. അതിനെയാണ് സ്റ്റാമിനൽ ട്യൂബ് എന്ന് പറയുന്നത്. ഹിബിസ്കസ് ഒക്കെയാണ് അതിൻ്റെ മെയിൻ എക്സാമ്പിൾസ്. ഇനി നമ്മളിനി അങ്ങോട്ട് പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. മോണോഡൽഫസ് സ്റ്റേമൻ എന്നൊക്കെയാണ് ഇങ്ങനത്തെ സ്റ്റേമൻസിനൊക്കെ പറയുന്നത്. ഓക്കെ, സ്റ്റേമൻസ് മേ ബി അറേഞ്ച്ഡ് സ്പൈറലി ഓർ കോൺസെൻട്രിക്കലി ഇൻ എ വോൾ. സ്റ്റേമൻസ് സ്പൈറലായിട്ടും അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കോൺസെൻട്രിക് ആയിട്ട് ഓരോ വോൾസിലും അറേഞ്ച് ചെയ്യാം. ചില കേസസിൽ ഒരുപാട് കോൺസെൻട്രിക് സർക്കിൾസ് ഒക്കെ കാണും. ഇപ്പോൾ ലാഗർസ്ട്രോമിയയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കോൺസെൻട്രിക് സർക്കിൾസിലായിട്ടായിരിക്കും ഈ സ്റ്റേമൻസ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇൻസേർഷൻ ഓഫ് സ്റ്റേമൻസ്. അപ്പം ഈ സ്റ്റേമൻസിൻ്റെ ആ ഫ്ലവറിലുള്ള ആ ഒരു പൊസിഷൻ ഇൻസേർഷൻ വെച്ചിട്ട് അതെങ്ങനെയാണ് അവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട് മെയിനായിട്ടും 2 രീതിയിലാണ് ഉള്ളത്. എപ്പിപെറ്റാലസ് സ്റ്റേമൻസും ഉണ്ട്, ഫ്രീ സ്റ്റേമൻസും ഉണ്ട്. എപ്പിപെറ്റാലസ് സ്റ്റേമൻസ് എന്ന് വെച്ചാൽ ഈ പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് സ്റ്റേമൻസ് കാണുന്നത്, അല്ലെങ്കിൽ പെറ്റൽസിൽ നിന്നാണ് ഈ സ്റ്റേമൻസ് എറൈസ് ചെയ്യുന്നത്. ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ സ്റ്റേമൻസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആ പെറ്റലിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതാണ് എപ്പിപെറ്റാലസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ അല്ലാത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രീ സ്റ്റേമൻസ് ആണ്. അവർ പെറ്റൽസിൽ നിന്നും സെപ്പൽസിൽ നിന്നും ഒക്കെ ഫ്രീ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, അടുത്തൊരു ടേമാണ് സ്റ്റാമിനോട്സ്. സ്റ്റാമിനോട്സ് നമുക്ക് ചിലപ്പോൾ സ്റ്റേമൻസുമായിട്ട് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതെന്ന് വെച്ചാൽ സ്റ്റാമിനോട്സ് എന്ന് വെച്ചാൽ വിച്ച് ഡു നോട്ട് ബിയർ ആന്തേഴ്സ് അറ്റ് ദ ടിപ്പ്. അവർക്ക് ഫിലമെൻറ്റ് മാത്രമേ കാണത്തുള്ളൂ, ടിപ്പിൽ ആന്തർ കാണത്തില്ല. അങ്ങനെയുള്ള സ്റ്റേമൻസിനെയാണ് സ്റ്റാമിനോട്സ് എന്ന് പറയുന്നത്. അവർ പ്യുവർ സ്റ്റേമൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, സ്റ്റാമിനോട്സ് എന്നാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഫ്യൂഷൻ ഓഫ് സ്റ്റേമൻസ്. പല രീതിയിൽ ഈ സ്റ്റേമൻസ് ഒക്കെ ഫ്യൂസ് ചെയ്ത് കാണപ്പെടാം. പോളിയാൻഡ്രസ് എന്ന് വെച്ചാൽ സ്റ്റേമൻസ് ഒക്കെ ഫ്യൂസ് ചെയ്യാണ്ട് ഓരോന്നും ഫ്രീ ആയിട്ട് നിൽക്കുന്നതിനെയാണ് പോളിയാൻഡ്രസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. മോണോഡൽഫസ് സ്റ്റേമൻസ് ഞാൻ മുമ്പേ ചെമ്പരത്തിയിലൊക്കെ പറഞ്ഞായിരുന്നു. എന്താണ്, ആ ഫിലമെൻറ്റിൻ്റെ ഏറ്റവും ബേസൽ റീജിയൻ യൂസ് ചെയ്തിട്ട് ട്യൂബ് പോലെ കാണപ്പെടുന്നു. പിസ്റ്റലിന് ചുറ്റിനും ഒരു ഷീത്ത് പോലെ, ഇതിനകത്തൂടെ ഒരു ട്യൂബ് പോലെ പോകുന്നുണ്ട്, പിസ്റ്റിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം പിസ്റ്റലിനെ ഒരു എൻക്ലോസ് ചെയ്ത് ഷീത്ത് പോലെ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഈ ഫിലമെൻറ്റിൻ്റെ ബേസ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തൊരു ട്യൂബ് പോലെ ആയി മാറിയേക്കുവാണ്. അതിനെയാണ് മോണോഡൽഫസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. ക്രോട്ടലേറിയ, ഹിബിസ്കസ് ഒക്കെയാണ് മെയിൻ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ ഡൈഅഡൽഫസ് സ്റ്റേമൻസ്. ഫിലമെൻറ്റ്സ് ഓഫ് ഓൾ ദ സ്റ്റേമൻസ് ഓഫ് ദി ഫ്ലവർ ഫ്യൂസ് ടു ഫോം 2 ഗ്രൂപ്പ്സ് ഓർ ബണ്ടിൽ. ഇപ്പം താഴെ നോക്കിയാൽ മനസ്സിലാവും. അവിടെ 10 സ്റ്റേമൻസ് ഉണ്ടെങ്കിൽ 9 എണ്ണം കൂടി ഒരു ബണ്ടിലായിട്ട് ഇരിക്കുന്നു, ഒരെണ്ണം വേറെ ആയിട്ടോ. അപ്പോൾ 2 സെറ്റ് വന്നു. അതിനെയാണ് ഡൈഅഡൽഫസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പോളിഅഡൽഫസ് സ്റ്റേമൻസ് എന്ന് പറഞ്ഞാൽ ഫിലമെൻറ്റ്സ് ഓഫ് ദി എൻറ്റയർ സെറ്റ് ഓഫ് സ്റ്റേമൻസ് ഓഫ് ദി ഫ്ലവർ ഫ്യൂസ് ടു ഫോം മോർ ദാൻ 2 ഗ്രൂപ്പ്സ് ഓർ ബണ്ടിൽസ്. ഈ കുറേ സ്റ്റേമൻസ് ഉണ്ടാവും, അതെല്ലാം കൂടി കുറച്ച് ഗ്രൂപ്പായിട്ട് അങ്ങ് ജോയിൻ ചെയ്തിരിക്കുക. ഒരുപാട് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ബണ്ടിൽസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ബൊംബാക്സ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സിനാൻഡ്രസ് സ്റ്റേമൻസ് എന്ന് വെച്ചാൽ ഫിലമെൻറ്റ്സ് ആൻഡ് ആന്തേഴ്സ് ഓഫ് ഓൾ ദ സ്റ്റേമൻസ് ഓഫ് ദ ഫ്ലവർ ഫ്യൂസ് ടു ഫോം 1 ബണ്ടിൽ. ഓക്കെ, എന്താണ് സിനാൻഡ്രസ്? ഏറ്റവും ലാസ്റ്റ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ കംപ്ലീറ്റ് ഫിലമെൻറ്റും ആന്തറും എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരൊറ്റ ബണ്ടിലായിട്ട് കാണപ്പെടുന്നു. അതിനെയാണ് സിനാൻഡ്രസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. കുക്കുർബിറ്റേസിയ ഫാമിലിയുടെ തന്നെ പ്രത്യേകതയാണ് ഈ സിനാൻഡ്രസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. സിഞ്ചനീഷ്യസ് ആന്തർ എന്ന് വെച്ചാൽ എന്താണ്? ഫിലമെൻറ്റ്സ് ഫ്രീ ആയിരിക്കും, ആന്തർ എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് കാണപ്പെടുന്നു. ആ 4th ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ഹീലിയാന്തസ്, സൂര്യകാന്തിയിലൊക്കെ ഇങ്ങനത്തെ ആന്തറാണ് കാണുന്നത്. സിഞ്ചനീഷ്യസ് ആന്തറാണ്. അവയുടെ ആന്തർ ഫ്യൂസ് ചെയ്തിട്ട് ഫിലമെൻറ്റ്സ് ഫ്രീ ആയിരിക്കും. അതിനെയാണ് സിഞ്ചനീഷ്യസ് ആന്തർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദ സ്റ്റേമൻസ്. പല രീതിയിലാണ് ഫ്ലവറിനകത്ത് സ്റ്റേമൻസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പ്രധാനമായിട്ടും ഡിപ്ലോസ്റ്റിമോണസും ഒബ്ഡിപ്ലോസ്റ്റിമോണസും 2 രീതിയിലാണ്. ഡിപ്ലോസ്റ്റിമോണസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 2 വോൾസിലാണ് സ്റ്റേമൻസ് അറേഞ്ച് ചെയ്തേക്കുന്നത്.
ഒരു ഔട്ടർ വോളും കാണും, ഇന്നർ വോളും കാണും. ഓരോ വോളിലെയും സ്റ്റേമൻസിൻ്റെ എണ്ണം അതിൻ്റെ പെറ്റൽസുമായിട്ട് സെയിം ആയിരിക്കും. ഓക്കെ, ദ സ്റ്റേമൻസ് ഓഫ് ദി ഔട്ടർ വോൾ ആൾട്ടർനേറ്റ് വിത്ത് സെപ്പൽസ് ആൻഡ് ഇന്നർ വോൾ ഈസ് ഓപ്പോസിറ്റ് ടു പെറ്റൽ. മനസ്സിലായോ? രണ്ട് വോള് സ്റ്റേമൻസ് കാണും. അതിൽ ഔട്ടർ മോസ്റ്റ് വോൾ എന്ന് പറയുന്നത് സെപ്പൽസിന് ഓപ്പോസിറ്റ് ആയിരിക്കും, ഇന്നർ വോള് പെറ്റൽസിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഡിപ്ലോസ്റ്റിമണസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്, ഓർത്തിരിക്കുക. മുരയിലൊക്കെ ഇങ്ങനത്തെ ഡിപ്ലോസ്റ്റിമണസ് ആണ് കാണപ്പെടുന്നത്. ഓർത്താൽ മതി, രണ്ട് വോൾസ് ഓഫ് സ്റ്റേമൻസ് ഉണ്ട്, രണ്ടിനും ഈക്വൽ നമ്പർ ഓഫ് സ്റ്റേമൻസ് ആയിരിക്കും ഉള്ളത്. പെറ്റൽസിൻ്റെ ഈക്വൽ നമ്പർ ഓഫ് സ്റ്റേമൻസ് ആയിരിക്കും ഉള്ളത്. അതാണെങ്കിൽ ഔട്ടർ വോൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ടു സെപ്പൽസ് ആയിരിക്കും, ഇന്നർ വോള് ഓപ്പോസിറ്റ് ടു പെറ്റൽ ആയിരിക്കും. ഓക്കെ, ഒബ്ഡിപ്ലോസ്റ്റിമണസ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വരും. എന്താണ്? ഔട്ടർ വോൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ടു പെറ്റൽ, ഇന്നർ വോൾ ഓപ്പോസിറ്റ് ടു സെപ്പൽ വരും. കാരിയോഫില്ലേസിയയിലും അതുപോലെ തന്നെ റൂട്ടേസിയയിലും ഒക്കെ ഇങ്ങനത്തെ സ്റ്റേമൻസ് ആണ് കാണുന്നത്, ഒബ്ഡിപ്ലോസ്റ്റിമണസ്. ഇതെപ്പോഴും എക്സാമ്പിൾ ചോദിക്കുന്നതാണ് എക്സാംസിനൊക്കെ. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് ദ സ്റ്റേമൻസ്. ലെങ്ത് വെച്ചിട്ട് രണ്ട് രീതിയിലുള്ള സ്റ്റേമൻസ് ഉണ്ട്, ഡൈഡിനാമസ് സ്റ്റേമനും ടെട്രാഡൈഡിനാമസ് സ്റ്റേമൻസും. ഡൈഡിനാമസ് എന്ന് വെച്ചാൽ ഇവിടെ 4 സ്റ്റേമൻസ് ഉണ്ട് എന്ന് വെച്ചാൽ 2 പെയർ ഓഫ് സ്റ്റേമൻസ് ഉണ്ട്. ഒരു പെയർ നല്ല നീളമുള്ളവരായിരിക്കും, 2 പെയർ ഷോർട്ടായിരിക്കും. ഓക്കെ, 4 സ്റ്റേമൻസ് ഉണ്ട്, 2 എണ്ണം നീളമുള്ളവ, 2 എണ്ണം ചെറുത്. അതിനെയാണ് ഡൈഡിനാമസ് സ്റ്റേമൻസ് എന്ന് പറയുന്നത്. ഈ ലാമിയേസിയുടെ ഒക്കെ പ്രത്യേകതയാണ് മെയിനായിട്ടും. ലൂക്കസിനകത്തൊക്കെ അങ്ങനത്തെയാണ് വരുന്നത്. ടെട്രാഡൈഡിനാമസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ 6 സ്റ്റേമൻസ് ഉണ്ട്. അതിൽ 4 എണ്ണം വലുതായിരിക്കും, 4 എണ്ണം ലോങ് ആയിരിക്കും, അതുപോലെ തന്നെ 2 എണ്ണം ഷോർട്ട് ആയിരിക്കും, നീളം കുറഞ്ഞവയായിരിക്കും. മസ്റ്റേർഡ്, റാഡിഷ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്. അപ്പോൾ ഡൈഡിനാമസും ടെട്രാഡൈഡിനാമസും അത് ലെങ്ത് ഓഫ് ദ സ്റ്റേമൻസിൻ്റെ ബേസിൽ. അടുത്തതാണ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ദ ആന്തർ ടു ദ ഫിലമെൻറ്റ്. എങ്ങനെയൊക്കെ പല രീതിയിൽ ആന്തർ ഫിലമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. പ്രധാനമായിട്ട് 4 രീതിയിലാണ് കാണുന്നത്. ഒന്നാമത്തേതാണ് അഡ്നൈറ്റ്. അഡ്നൈറ്റ് എന്ന് വെച്ചാൽ ഈ ആന്തറിന് എത്രയും ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്തിൽ തന്നെ ഫിലമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. അല്ലാതെ ആന്തറിനൊരു ഫ്രീ ആയിട്ടൊരു സ്പേസ് പോലും ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ഈ ഫിലമെൻറ്റുമായിട്ട് കംപ്ലീറ്റ് അതിന് എത്രയും ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്തിൽ തന്നെ അത് ഫിലമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. മൈക്കീലിയയിലൊക്കെ അങ്ങനത്തെ ആന്തറാണുള്ളത്. അതിനെയാണ് അഡ്നൈറ്റ് എന്ന് പറയുന്നത്, അഡ്നൈറ്റ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബേസി ഫിക്സ്ഡ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആന്തറിൻ്റെ ബേസിലോട്ട് ഈ ഫിലമെൻ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫിലമെൻറ്റിൻ്റെ ഏറ്റവും ടിപ്പിൽ ആന്തർ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. അങ്ങനത്തെയാണ് ബേസി ഫിക്സ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സൊളാനത്തിലൊക്കെ ബേസി ഫിക്സ്ഡ് ആന്തേഴ്സ് ആണ് കാണുന്നത്. ദെൻ ഡോർസി ഫിക്സ്ഡ്. ഡോർസൽ സൈഡിൽ ഫിലമെൻ്റ് അറ്റാച്ച്ഡ് ടു ദി ബാക്ക് ഓഫ് ദ ആന്തർ. ഈ ആന്തറിൻ്റെ ബാക്ക് സൈഡിൽ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവില്ലേ, ഫിലമെൻറ്റ് എന്നിട്ട് ആന്തറിൻ്റെ ബാക്ക് സൈഡിൽ പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബൊഹീനിയ, സിട്രസിലൊക്കെയാണ് ഇങ്ങനത്തെ ആന്തർ കാണുന്നത്. അതിനെയാണ് ഡോർസി ഫിക്സ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ വെർസിറ്റൈൽ ആന്തേഴ്സ്. അങ്ങനെ ഗ്രാസസിലൊക്കെ വെർസിറ്റൈൽ ആന്തേഴ്സ് ആണ് കാണുന്നത്. ദ ഫിലമെൻറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മിഡിൽ ഓഫ് ദ ആന്തർ സോ ദാറ്റ് ദ ആന്തർ സ്വിങ്സ് ഫ്രീലി ഇൻ ഓൾ ഡയറക്ഷൻസ് ഓഫ് ദ ഓൺ ദ ഫിലമെൻറ്റ്സ്. ആ ആന്തറിൻ്റെ ഏറ്റവും മിഡിലിൽ ചെന്നിട്ട് ഈ ഫിലമെൻറ്റ്സ് എന്ന് അറ്റാച്ച് ചെയ്യുന്നു. അത് കാരണം ഈ ആന്തറിനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സ്വിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ളതാണ് ഗ്രാസസിലൊക്കെ കാണുന്നത്. അതാണ് വെർസിറ്റൈൽ ആന്തേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആന്തറിൻ്റെ സ്ട്രക്ചറാണ്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ശരിക്കും അനാട്ടമിയിൽ വരുന്നതാണ്, ഇവിടെ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ആന്തറിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 4 റീജിയൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഏറ്റവും ഔട്ടറായിട്ട് എപ്പിഡെർമിസ് ഉണ്ട്, രണ്ടാമത് എൻഡോത്തീഷ്യം ഉണ്ട്, പിന്നെ മിഡിൽ ലെയേഴ്സ് ഉണ്ട്, പിന്നെ ടപ്പീറ്റമാണ് ഉള്ളത്. ഇവിടെ ടപ്പീറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. പോളൻ ഗ്രെയിൻസിന് വളരാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസും ഹോർമോൺസും ഒക്കെ ന്യൂട്രിയൻസും ഒക്കെ കൊടുക്കുന്നത് ഈ ടപ്പീറ്റമാണ്. അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസിന് 2 വോളുണ്ട്, എക്സൈനും ഇൻറ്റൈനും. അതിൽ എക്സൈൻ ആണെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഈ ടപ്പീറ്റമാണ്. മിഡിൽ ലെയേഴ്സും അതുപോലെ തന്നെ ന്യൂട്രിറ്റീവ് ആണ് അവരും. അതുപോലെ പോളൻ കിറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അങ്ങനെയാണ് പോളൻസ് ഉണ്ടാകുന്നത്. കണ്ടില്ലേ, പോളൻ ഗ്രെയിൻസ് നിറയെ ഉണ്ടാവുന്നു. അത് പിന്നെ ഡിഹൈസ് ചെയ്തിട്ട് ഈ ആന്ത്രിൻ്റെ പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ് അടുത്ത ഫ്ലോറൽ, ഏറ്റവും ലാസ്റ്റ് ഫ്ലോറൽ വോളാണ് ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഗൈനീഷ്യം ഈസ് ദ ഇന്നർമോസ്റ്റ് ഫ്ലോറൽ വോൾ. ഇറ്റ് ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിലുമാണ്. ഓക്കെ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 1 or more യൂണിറ്റ്സ് കോൾഡ് കാർപ്പൽസ്. നമ്മൾ ആൻഡ്രീഷ്യത്തിൻ്റെ സ്റ്റേമൻസ് പറഞ്ഞതുപോലെ തന്നെ ഗൈനീഷ്യത്തിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റിലിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കാർപ്പൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ കാലിക്സിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയും സെപ്പൽസ് എന്ന് പറയുന്നു, കൊറോളയുടെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയും പെറ്റൽസ് എന്ന് പറയുന്നു, ആൻഡ്രീഷ്യത്തിൻ്റെ സ്റ്റേമൻസ് എന്ന് പറയുന്നു, ഗൈനീഷ്യത്തിൻ്റെ കാർപ്പൽസ് എന്ന് പറയുന്നു. ഓക്കെ, കാർപ്പൽസ് റെപ്രസെന്റ് ദി മെഗാസ്പോറോഫിൽസ്. ഓക്കെ, അപ്പം പ്രധാനമായിട്ട് 2 ടൈപ്പാണ്. മോണോകാർപ്പല്ലറി ആയിട്ടുള്ള ഗൈനീഷ്യം ഉണ്ട്, പോളികാർപ്പല്ലറി ഗൈനീഷ്യം ഉണ്ട്. മോണോകാർപ്പല്ലറി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഗൈനീഷ്യത്തിനകത്ത് ഒരു കാർപ്പലേ ഉള്ളുവെങ്കിൽ അതിനെ മോണോകാർപ്പല്ലറി എന്ന് പറയുന്നു. പോളികാർപ്പല്ലറി എന്ന് വെച്ചാൽ ഗൈനീഷ്യത്തിനകത്ത് ഒരുപാട് കാർപ്പൽസ് കാണപ്പെടുന്നു, അതിനെയാണ് പോളികാർപ്പല്ലറി എന്ന് പറയുന്നത്. അത് തന്നെ 2 രീതിയിൽ പറയാം, അപ്പോ കാർപ്പസും ഉണ്ട്, സിൻ കാർപ്പസും ഉണ്ട്. ഈ കാർപ്പൽസ് ഒരുപാട് എണ്ണം ഉള്ളതല്ല, ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, ഫ്യൂസ് ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിനെ അപ്പോ കാർപ്പസ് എന്ന് പറയുന്നു. സിൻ കാർപ്പസ് എന്ന് വെച്ചാൽ ഫ്യൂസ്ഡ് കാർപ്പൽസ് ആയിരിക്കും. ഇതെല്ലാം ഫ്യൂസ് ചെയ്തിട്ട് കാണപ്പെടുവാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു, സിൻ കാർപ്പസ് എന്ന് പറയുന്നു. സിങ്ക് ചെയ്ത് കാണപ്പെടുന്നു എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. സിങ്ക് കാർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂസ്ഡ് കാർപ്പൽസിനെയാണ് സിങ്ക് കാർപ്പൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും ഗൈനീഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. ഇനി നമുക്ക് ഒരുപാട് വേറെ ടേംസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ ഫിഗർ നോക്കുക തന്നെ മനസ്സിലാവും, ഓരോ കാർപ്പൽസും ഫ്രീ ആയിട്ടിരിക്കുന്നതിനെ അപ്പോ കാർപ്പസ് എന്ന് പറയുന്നു, ഫ്യൂസ് ചെയ്ത് ഒറ്റ ബണ്ടിലായിട്ടിരിക്കുന്നതിനെ സിങ്ക് കാർപ്പസ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി കാർപ്പൽസിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, ഒരു കാർപ്പൽ എടുക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ടും 3 റീജിയൻസ് ആണുള്ളത്, സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ആ സൈഡിൽ ഫിഗർ കാണിച്ചിട്ടില്ലേ, സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, പിന്നെ ഓവറി ഉണ്ട്. ഓവറിയുടെ ഉള്ളിലാണ് ഒവ്യൂൾസ് ഉള്ളത്. ഓക്കെ, ഓവറി ഈസ് ദ സ്വള്ളൻ ബേസൽ പാർട്ട്, സ്റ്റൈൽ ഈസ് ദ സ്ലെൻഡർ മിഡിൽ പാർട്ട് ആൻഡ് സ്റ്റിഗ്മ ഈസ് ദ ഫ്ലാറ്റ് ടെർമിനൽ പാർട്ട്. ഓക്കെ, സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഏറ്റവും ടെർമിനലിൽ കാണുന്ന പാർട്ടാണ്, സ്റ്റൈൽ എന്ന് പറയുന്നത് ആ സ്ലെൻഡർ ആയിട്ടുള്ള റീജിയൻ ആണ്, ഓവറി എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ആ ഒരു സ്വള്ളനായിട്ടുള്ള റീജിയൻ ആണ്, അതിനകത്താണ് ഓവ്യൂൾസ് കാണപ്പെടുന്നത്. ഓക്കെ, ഈ പോളിനേഷൻ്റെ സമയത്ത് ഈ നമ്മുടെ ആന്തറിനകത്തുനിന്ന് പോളൻ ഗ്രെയിൻസ് ഡിഹൈസ് ചെയ്ത് വന്നു, അതെങ്ങോട്ടാണ് പറന്നു വന്നിരിക്കുന്നത്, ഈ സ്റ്റിഗ്മയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റിഗ്മയുടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് എന്താണ്, ഈ പോളിനേഷൻ്റെ സമയത്ത് പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റിഗ്മയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റൈൽ ഹോൾഡ് ദ സ്റ്റിഗ്മ ഇൻ ദ കറക്റ്റ് പൊസിഷൻ ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ സ്റ്റൈലിൻ്റെ പർപ്പസ് എന്താണ്, ഈ സ്റ്റിഗ്മയെ കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് സ്റ്റൈലിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ഓവറി എന്ന് പറഞ്ഞാൽ അതിനകത്താണ് ഒവ്യൂൾ അല്ലെങ്കിൽ എഗ് ഒക്കെ ഉള്ളത്. ഓക്കെ, ഓവറി മേ ബി സിംഗിൾ ഓർ മൾട്ടി ചേമ്പേർഡൊക്കെ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഒറ്റ ചേമ്പർ മാത്രമേ ഈ ഓവറിക്കകത്ത് കാണത്തുള്ളൂ, ആ ഓവറിക്കകത്ത് ഒറ്റ ചേമ്പറിലായിട്ടായിരിക്കും ഓവ്യൂൾസ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ യൂണിലൊക്കുലാർ എന്നാണ് പറയുന്നത്. പൈസത്തിനകത്തൊക്കെ ഒരു ലൊക്യൂൾ അല്ലെങ്കിൽ ഒരു ചേമ്പർ മാത്രമേ കാണത്തുള്ളൂ. ചിലതിൽ ഒരുപാട് ചേമ്പർ കാണും, അതിനെ മൾട്ടി ലോക്കുലാർ എന്നാണ് പറയുന്നത്. ഹിബിസ്കസിൻ്റെ ഓവർ നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഒരുപാട് ലൊക്യൂൾസ് അല്ലെങ്കിൽ ചേമ്പേഴ്സ് ഉണ്ട്, അതിനകത്താണ് ഒവ്യൂൾസ് ഇരിക്കുന്നത്. ഓക്കെ, മൾട്ടി ലോക്കുലാർ ഓവറി കണ്ടെയ്ൻ 1 or more ovules or megasporangia. Each ovule is initially filled with a mass of cells which may be covered by 1 or 2 integuments. അപ്പം ഓരോ ഒവ്യൂളും എന്താണ് കവർ ചെയ്തിട്ടുണ്ട്, ഒന്നോ അതിലധികമോ ഇൻറ്റഗ്യുമെൻസും അതുപോലെ ന്യൂസെല്ലസ് എന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മളിവിടെ ഡീറ്റെയിൽഡ് പഠിക്കേണ്ട കാര്യമില്ല, അനാട്ടമി ക്ലാസ്സിലാണ് പഠിക്കേണ്ടത്.
ഓക്കെ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഫോട്ടോസ് മാത്രമേ കാണിച്ചുള്ളൂ. പല ടൈപ്പ് ഓഫ് ഒവ്യൂൾസ് ഒക്കെ ഉണ്ട് അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച്. സ്ട്രെയിറ്റ് ഒവ്യൂൾ ആണെങ്കിൽ ഓർത്തോട്രോപ്പസ്, അതുപോലെ ഇൻവേർട്ടഡ് ആണെങ്കിൽ അനാട്രോപ്പസ്, ഹെമി അനാട്രോപ്പസ് ഉണ്ട്, കമ്പൈലോട്രോപ്പസ് ഉണ്ട്, ഹോഴ്സ് ഷൂ ഷേപ്പിലാണെങ്കിൽ ആംഫിട്രോപ്പസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഒവ്യൂൾസ് ഒക്കെ ഉണ്ട്. അപ്പം അതാണ് പഠിക്കുന്നത്. അപ്പം ഇത്രയാണ് പ്രധാനമായിട്ട് കാർപ്പൽസിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയാനുള്ളത്. സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്. ഓവറിക്കുള്ളിൽ മൾട്ടിലോക്കുലർ അല്ലെങ്കിൽ യൂണിലോക്കുലർ ആയിരിക്കും. അവയ്ക്കകത്ത് ഒവ്യൂളുണ്ട്. ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് ഒവ്യൂൾ ഈസ് കണക്റ്റഡ് ടു വെരി ബൈ എ ഷോർട്ട് സ്റ്റോക്ക്. എന്താണ്? ഓരോ ഒവ്യൂളും ഈ ഓവറിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഷോർട്ട് സ്റ്റോക്കുമായിട്ടാണ്, സ്റ്റോക്ക് വെച്ചിട്ടാണ്. അതിനെയാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, കണക്റ്റഡ് ടു ഓവറി എന്നാണ്, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഹൈലം എന്ന് വെച്ചാൽ ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ടു ഫ്യൂണിക്കിൾ ടു ഒവ്യൂൾ. ഈ ഒവ്യൂളുമായിട്ട് ഫ്യൂണിക്കിൾ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ഹൈലം. ഓക്കെ, പ്ലാസൻഡ എന്ന് വെച്ചാൽ എ കുഷൻ ലൈക്ക് ടിഷ്യൂ അറ്റ് ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് ഫ്യൂണിക്കിൾ ഫ്രം വിച്ച് ഒവ്യൂൾ ഡെവലപ്പ്. ഈ ഫ്യൂണിക്കിൾ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഒരു കുഷൻ ലൈക്ക് ടിഷ്യൂ ഉണ്ട്, അതിനെയാണ് പ്ലാസൻഡ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഒവ്യൂള് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് പ്ലാസൻറ്റേഷൻ. പ്ലാസൻറ്റേഷൻ, പല ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ഉണ്ട്. നമ്മളിവിടെ പ്രധാനമായിട്ടും 6 ടൈപ്പ് പ്ലാസൻറ്റേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് പ്ലാസൻറ്റേഷൻ എന്നൊക്കെ ഒരുപാട് ഇതിൽ എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. പ്ലാസൻറ്റേഷൻ, വീനേഷൻ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ടേംസ് ആണ്. അപ്പോൾ പ്ലാസൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഒവ്യൂൾസ് ആൻഡ് പ്ലാസൻഡ ഇൻ ദ ഓവറി. ഓവറിക്കുള്ളിൽ ഈ ഒവ്യൂൾസും പ്ലാസൻ്റെയും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ. അപ്പം പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പം ഈ പരേറ്റൽ പ്ലാസൻറ്റേഷൻ കാണപ്പെടുന്നത് ഏത് പ്ലാന്റിലാണ്, അല്ലെങ്കിൽ ഇന്ന പ്ലാന്റിൽ കാണപ്പെടുന്ന പ്ലാസൻറ്റേഷൻ ഏതാണ്, അങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ആദ്യത്തേതാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പയറൊക്കെ പൊളിക്കുകയാണ്. നമ്മൾ പയർ പൊളിക്കുമ്പോൾ ഒറ്റ ഒരു പാളിയായിട്ട് നമുക്ക് പൊളിഞ്ഞ് കിട്ടില്ലേ? അപ്പോൾ അതെന്താണ്? ഒറ്റ ലൊക്യൂളേ അതിനകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് യൂണിലോക്കുലാർ ഉള്ള, അതുപോലെ തന്നെ അപ്പോകാർപ്പസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ, നമുക്ക് അതിൻ്റെ സീഡ്സ് ഒക്കെ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോകാർപ്പസ് ആയിരിക്കും. മൾട്ടി കാർപ്പല്ലറി ആണ്. അതുപോലെ തന്നെ മോണോ കാർപ്പല്ലറി ആയിട്ടുള്ളവയും ഉണ്ട്. പിന്നെന്താണ്? പ്ലാസൻഡ ബിയറിംഗ് ഓവ്യൂൾസ് ഡെവലപ്പ് അലോങ് ദ ജംഗ്ഷൻസ് ഓഫ് ദ 2 മാർജിൻസ് ഓഫ് ദ കാർപ്പൽസ്. കാർപ്പൽസിൻ്റെ 2 മാർജിൻസിൻ്റെയും കൂടി ജംഗ്ഷനിലാണ് ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ പയറൊക്കെ ഇങ്ങനെ പൊളിക്കുമ്പം നമുക്ക് ഏറ്റവും സെൻറ്ററിലായിട്ട് 2 മാർജിൻ്റെയും കൂടി ഇടയ്ക്കായിട്ടാണ് പയറിങ്ങനെ കിട്ടുന്നത് അല്ലേ? ഫിഗർ നോക്കിയേ, മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഓക്കെ, ആ ഒരു മാർജിനലാണ് ഒവ്യൂൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനെയാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ മോണോകാർപ്പല്ലറി അല്ലെങ്കിൽ മൾട്ടി കാർപ്പല്ലറി ആയിട്ടുണ്ടാവാം, അപ്പോകാർപ്പസ് ആയിരിക്കും, ഫ്യൂസ്ഡ് അല്ലായിരിക്കും, പിന്നെ യൂണിലോക്കുലർ ഓവറീസ് ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്, യൂണിലോക്കുലർ ഓവറീസ് ആയിരിക്കും. അവിടെ മാർജിനൽ പ്ലാസൻറ്റേഷൻ തന്നെ എന്താണ് മോണോകാർപ്പല്ലറിയും കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മൾട്ടി കാർപ്പല്ലറിയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പരേറ്റൽ പ്ലാസൻറ്റേഷൻ. നമ്മൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ, നമ്മൾ ഈ കുമ്പളങ്ങ, അതുപോലെ തന്നെ വെള്ളരിക്ക, കോവയ്ക്ക, ഇതൊക്കെ മുറിക്കുമ്പോൾ നമുക്കൊരു പ്ലാസൻറ്റേഷൻ കിട്ടില്ലേ? അതിൻ്റെ സീഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതാണ് പരേറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓവറി നമ്മൾ ഫ്രൂട്ടായിട്ട് മാറും, ഒവ്യൂൾസ് സീഡായിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് പ്ലാസൻറ്റേഷൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറാണ് ശരിക്കും എൻ്റെ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പരേറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുക്കുർബിറ്റായ മത്തങ്ങ, അതുപോലെ കുമ്പളങ്ങ, വെള്ളരിക്ക, കോവയ്ക്ക, പാവയ്ക്ക, ഇതൊക്കെ നമുക്ക് മുറിക്കുമ്പം നമുക്കൊരു ആ സീഡൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക രീതിയിലല്ലേ? അതിനെയാണ് പരേറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്ലാസൻഡ ബിയറിംഗ് ഓവ്യൂൾസ് ഡെവലപ്പ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ ഓവറി അലോങ് ദ ഫ്യൂസ്ഡ് മാർജിൻസ് ഓഫ് കാർപ്പൽസ്. മനസ്സിലായോ? എന്താണ് ഈ ഓവറിയുടെ ഇന്നർ വോള്? ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും, കണ്ടില്ലേ? ഓവറിയുടെ ഇന്നർ വോളിൽ നിന്ന്
ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു. അതിനെയാണ് പരേറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. മാർജിൻ എന്നല്ല, അതിൻ്റെ ഇന്നർ വോളിൽ നിന്ന്. ക്ലിയോം കുക്കുർബിറ്റയാണ് എക്സാമ്പിൾസ്. ദെൻ ആക്സൈൽ പ്ലാസൻറ്റേഷൻ, നമ്മൾ ഹിബിസ്കസ് ഇക്സോറയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആണ്. Placenta bearing ovules developed from the central axis where the partition wall or septa meet. It occurs in multicarpellary syncarpus and multilocular ovaries. Okay. അപ്പോൾ ഇവിടെ യൂണിലോക്കുലർ ഓവറീസ് എവിടെ മാത്രമേ വരുന്നുള്ളൂ? ഇപ്പം നമ്മൾ പറഞ്ഞതിൽ മാർജിനൽ പ്ലാസൻറ്റേഷന് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് വെച്ചാൽ ഉണ്ടോ, അതിൻ്റെ സെൻട്രൽ ഒരു ആക്സിസ് ഉണ്ട്. അതിന് 3 ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന ഫിഗർ ആണെങ്കിൽ അതിന് 3 സെപ്റ്റ ഉണ്ട്. 3 സെപ്റ്റയും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു സെൻട്രൽ ആക്സിസ് ഉണ്ട്. ആ ആക്സിസിൽ നിന്നാണ് ഈ പ്ലാസൻ്റെയും അതുപോലെ തന്നെ അതിൽ നിന്ന് ഈ ഒവ്യൂളും ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെയാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നാരങ്ങ ഇല്ലേ, നമ്മുടെ നാരങ്ങ, അതൊക്കെ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ ആക്സിയൽ പ്ലാസൻറ്റേഷനാണ് ലഭിക്കുന്നത്. ഓക്കെ. അതാണ് ഹിബിസ്കസ്, ഇക്സോറ, സിട്രസ് ഒക്കെ ആക്സിയൽ പ്ലാസൻറ്റേഷനാണ്. നമ്മൾ നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻട്രലല്ലേ അതിൻ്റെ സീഡ്സ് ഇരിക്കുന്നത്, അത് ഓർത്താൽ മതി. അതിന് ഇതുപോലെ തന്നെ സെപ്റ്റായും ഉണ്ട്. അതാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. Ovules are born on the central column without any septa. It occurs multicarpellary, syncarpus and unilocular ovaries. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. ഫ്രീ സെൻട്രൽ എന്ന് വെച്ചാൽ ആക്സയിലും ഫ്രീ സെൻട്രലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രണ്ടും സെൻട്രൽ ആക്സിസിൽ നിന്നാണ് ഈ ഒവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ആക്സിയൽ പ്ലാസൻറ്റേഷനകത്ത് സെപ്റ്റ ഉണ്ടായിരുന്നു, ഇതിൽ സെപ്റ്റ ഇല്ല, ഒറ്റ ഒരു ലൊക്യൂളായിട്ടാണ് കാണുന്നത്. ഇവിടെ ആക്സിയൽ പ്ലാസൻറ്റേഷൻ്റെ ഫിഗറിൽ 3 ലൊക്യൂൾസ് ഉണ്ട്, മൾട്ടി ലോക്കുലാർ ആണ്. പക്ഷേ ഇവിടെ ഒറ്റ ലൊക്യൂളേ ഉള്ളൂ, യൂണിലോക്കുലാർ ആണ്, സെപ്റ്റ ഇല്ല. പക്ഷേ സെൻട്രൽ ആക്സിസിൽ നിന്ന് തന്നെയാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ ഒവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഈ പോർട്ടുലാക്കയിലൊക്കെയാണ് ഇങ്ങനത്തെ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ കാണുന്നത്. ഓക്കെ. ദെൻ ബേസൽ പ്ലാസൻറ്റേഷൻ. പ്ലാസൻറ്റ ഈസ് സീൻ അറ്റ് ദ ബേസ് ഓഫ് ദ ഓവറി. ഓവറിയുടെ ബേസിൽ നിന്ന് ഓവ്യൂള് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനത്തെ തന്നെയാണ് ട്രൈഡാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. യൂണിലോക്കുലർ ഓവറി ആയിരിക്കും ഇവിടെയും. മോണോകാർപ്പല്ലറി അല്ലെങ്കിൽ പോളികാർപ്പല്ലറി ഒക്കെ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ. പ്ലാസൻറ്റ ആർ ഇറഗുലർലി സ്കാറ്റേർഡ് അലോങ് ദ ഇന്നർ സർഫസ് ഓഫ് ദ പാർട്ടീഷൻ വോൾ. ഒരുപാട് പാർട്ടീഷൻ വോള് കാണും. അതിൻ്റെയൊക്കെ ഓരോ പാർട്ടീഷൻ വോളിൻ്റെയും ഇന്നർ വോളിൽ നിന്ന് എന്താണ് ഇറഗുലറായിട്ട് ഇങ്ങനെ ഓവ്യൂൾസ് സ്കാറ്റർ ചെയ്ത് കാണപ്പെടുന്നതിനെയാണ് സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു അറേഞ്ച്മെൻ്റ് ഇല്ലാതെ ഒരുപാട് പാർട്ടീഷൻ വോള് കാണും, ആ വോളിൽ നിന്നൊക്കെ ഒവ്യൂൾസ് ഇങ്ങനെ ഉണ്ടാവുന്നു. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് മൾട്ടി ലോക്കുലാർ ആയിരിക്കും. അതുപോലെ തന്നെ മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് ആണ്, അതുപോലെ തന്നെ മൾട്ടി ലോക്കുലാർ ആയിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഫിഗറിൽ നിന്ന്. അപ്പോൾ വാട്ടർ ലില്ലിയാണ് അതിൻ്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആമ്പലിൻ്റെയൊക്കെ നമ്മൾ അതിൻ്റെ സീഡ് ഫ്രൂട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് പാർട്ടീഷൻ വോളുണ്ട്, അവയുടെയൊക്കെ ഇന്നർ സർഫസിൽ നിന്നാണ് ഒവ്യൂള് ഡെവലപ്പ് ചെയ്യുന്നത്. അതും സ്കാറ്റേർഡ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെയാണ് സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർജിനൽ പ്ലാസൻറ്റേഷൻ, പരേറ്റൽ പ്ലാസൻറ്റേഷൻ, ആക്സിയൽ പ്ലാസൻറ്റേഷൻ, ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ, ബേസൽ പ്ലാസൻറ്റേഷൻ ആൻഡ് സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ. ഓരോന്നിൻ്റെയും ഈ എക്സാമ്പിൾസ് വെച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നാരങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആക്സൈൽ അല്ലെങ്കിൽ കുക്കുർബിറ്റേസിയൽ ഫാമിലിയുടെ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ ഓർത്തു കഴിയുമ്പോഴത്തേന് അപ്പോൾ തന്നെ പരേറ്റൽ പ്ലാസൻറ്റേഷൻ ഓർമ്മ വരണം. അങ്ങനെ പഠിച്ചാൽ ഈസി ആയിട്ടായിരിക്കും. ദെൻ ഫ്ലവർ സ്റ്റോക്ക് ഓർ പെഡിസൽ. ഫ്ലവറിന് ഓരോ സ്റ്റോക്ക് ഉണ്ട് അല്ലേ. അപ്പം ആ ഫ്ലവർ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ പെഡിസലിനാണ് നമ്മൾ തന്നെ ഫ്ലവറിൻ്റെ ഓരോ സ്റ്റോക്കിനെയും പറയുന്ന പേര്, ഫ്ലവറിൻ്റെ തണ്ടിന് പറയുന്ന പേരാണ് പെഡിസൽ. ഓക്കെ. Floral stalk is the part which subtends the floral walls to the peduncle. It is called pedicel. Okay. എന്താണ് പെഡിസൽ എന്ന് വെച്ചാൽ ആ പെഡങ്കിൾ അല്ലെങ്കിൽ പൂക്കുലയുമായിട്ട് ഈ ഫ്ലോറൽ വോൾസിനെയൊക്കെ ഇങ്ങനെ നിർത്തിയേക്കുന്ന, എറേസ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഫ്ലവർ സ്റ്റോക്കിന് പറയുന്ന പേരാണ് പെഡിസൽ. ഓക്കെ. പെഡിസലിൻ്റെ ഒരു ടെർമിനൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്,
ഈ പെഡിസെല്ലിൻ്റെ ഏറ്റവും ടെർമിനൽ ഭാഗം എന്ന് പറയുന്നത്, ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് സ്വള്ളനായിരിക്കും. ആ റീജിയന് പറയുന്ന പേരാണ് തലാമസ് അല്ലെങ്കിൽ ടോറസ് അല്ലെങ്കിൽ റിസപ്റ്റക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ആൻഡ്രോഫോർ, ഗൈനോഫോർ, ഗൈനാൻഡ്രോഫോർ എന്നൊക്കെ ഈ തലാമസിൻ്റെ ക്യാരക്ടേഴ്സ് വെച്ച് നമുക്ക് പൂവിനെ തരംതിരിക്കാം. ആൻഡ്രോഫോർ എന്ന് വെച്ചാൽ ദ എലോങ്ങേറ്റഡ് പോർഷൻ ഓഫ് ദ തലാമസ് ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ കൊറോള ആൻഡ് ആൻഡ്രീഷ്യം. ഈ തലാമസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് ഈ പെഡിസെല്ലിൻ്റെ ഏറ്റവും ടിപ്പിലുള്ള സൊള്ളൻ റീജിയനെയാണ് നമ്മൾ തലാമസ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ കൊറോളയുടെയും ആൻഡ്രീഷ്യത്തിൻ്റെയും കൂടി ഇടയിൽ കാണപ്പെടുന്നു, എലോങ്ങേറ്റഡ് ആയിട്ട് കാണപ്പെടുന്നു. അങ്ങനെയുള്ള നെക്സ്റ്റ് ആണ് ഗൈനോഫോർ. ഗൈനോഫോർ എന്ന് വെച്ചാൽ ഈ തലാമസ് എലോങ്ങേറ്റ് ചെയ്തിട്ട് ആൻഡ്രീഷ്യത്തിൻ്റെയും ഗൈനീഷ്യത്തിൻ്റെയും കൂടി ഇടയ്ക്ക് കാണുന്നതിനെയാണ് ഗൈനോഫോർ എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രക്ചറിനെയാണ് ഗൈനോഫോർ എന്ന് പറയുന്നത്. കപ്പാരിസ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ ആൻഡ്രോഫോർ എന്ന് വെച്ചാൽ ഈ കൊറോളയുടെയും ആൻഡ്രീഷ്യത്തിൻ്റെയും കൂടി ഇടയിൽ തലാമസ് എലോങ്ങേറ്റ് ചെയ്ത് കാണപ്പെടുന്നു, അതിനെ ആൻഡ്രോഫോർ എന്ന് പറയുന്നു. ഗൈനോഫോർ എന്ന് വെച്ചാൽ ആൻഡ്രീഷ്യത്തിൻ്റെയും ഗൈനീഷ്യത്തിൻ്റെയും കൂടി ഇടയിൽ ഈ തലാമസ് എലോങ്ങേറ്റ് ചെയ്ത് കാണപ്പെടുന്നു, അതിനെയാണ് ഗൈനോഫോർ എന്ന് പറയുന്നത്. ഗൈനാൻഡ്രോഫോർ എന്ന് വെച്ചാൽ ഈ ആൻഡ്രോഫോറും ഗൈനോഫോറും ഒരേ ഫ്ലവറിൽ കാണപ്പെടുന്നു. മനസ്സിലായോ? കൊറോളയുടെ ഇടയ്ക്കും സ്റ്റേമൻസിൻ്റെ ഇടയ്ക്കും കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഈ സ്റ്റേമൻസിൻ്റെയും പിസ്റ്റിൽസിൻ്റെ ഇടയ്ക്കും കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് ഗൈനാൻഡ്രോഫോർ എന്ന് പറയുന്നത്. ഗൈനാൻഡ്രോപ്സിസ് എന്ന് പറയുന്ന പ്ലാന്റ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇവിടെ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഫിഗർ ആൻഡ്രോഫോർ ആണ്, അത് നോക്കിയാൽ മനസ്സിലാവും. കൊറോളയുടെയും ആൻഡ്രീഷ്യത്തിൻ്റെയും കൂടി ഇടയിലാണ് അവിടെ ആൻഡ്രോഫോർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ ഗൈനോഫോർ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഈ ആൻഡ്രീഷ്യത്തിൻ്റെയും ഗൈനീഷ്യത്തിൻ്റെയും കൂടി ഇടയ്ക്കായിട്ടാണ് ഗൈനോഫോർ ഉണ്ടായിരിക്കുന്നത്. ഗൈനാൻഡ്രോഫോർ എന്ന് വെച്ചാൽ രണ്ട് എക്സ്റ്റൻഷൻ കണ്ടില്ലേ, ഫസ്റ്റ് ആൻഡ്രോഫോർ പിന്നെ ഗൈനോഫോർ, ഇത് രണ്ടും കൂടി ഉള്ളതിനെയാണ് ഗൈനാൻഡ്രോഫോർസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ തലാമസിൻ്റെയും അതുപോലെ തന്നെ ഫ്ലോറൽ ഓർഗൻസിൻ്റെയും ഒക്കെ പൊസിഷൻ വെച്ചിട്ട് 3 ടൈപ്പ് ഫ്ലവർ ആണ് ഉള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ബന്ധമ ഹുക്കർ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ പഠിക്കുന്നതിനകത്ത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ഹൈപ്പോഗൈനസ് ഫ്ലവർ, എപ്പിഗൈനസ് ഫ്ലവർ ആൻഡ് പെരിഗൈനസ് ഫ്ലവർ, അങ്ങനെ 3 രീതിയിലുള്ള ഫ്ലവേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഓവറി സുപ്പീരിയർ ആണ്. എന്ന് വെച്ചാൽ മറ്റ് ഫ്ലോറൽ വോൾസിനെ അപേക്ഷിച്ചിട്ട് ഓവറിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഉയരത്തിലാണ്, സുപ്പീരിയർ ആണ്. ഇവിടെ തലാമസ് എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും, കോണിക്കൽ ഷേപ്പ് ആയിരിക്കും, അതുപോലെ തന്നെ കുറച്ച് എലോങ്ങേറ്റഡ് ആയിരിക്കും ചിലപ്പോൾ. അവിടെ ഓവറിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ്. മറ്റ് ഫ്ലോറൽ വോൾസ് ഒക്കെ താഴെയും ഓവറി കുറച്ച് മുകളിലായിട്ടുമാണ് കാണപ്പെടുന്നത്. ഇവിടെ ഫിഗർ നോക്കൂ, ഫസ്റ്റ് ഫിഗറാണ് ഈ ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഓവറി കണ്ടില്ലേ, അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് മറ്റ് ഫ്ലോറൽ വോൾസ് ആയിട്ടുള്ള ഈ കാലക്സും കൊറോളയും ആൻഡ്രീഷ്യത്തിനേക്കാളൊക്കെ മുകളിലായിട്ടായിരിക്കും ഈ ഓവറിയുടെ പൊസിഷൻ. അതുകൊണ്ടാണ് ഓവറി സുപ്പീരിയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെയാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പോഗൈനി ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലോറൽ പാർട്സ് വിത്ത് ഗൈനീഷ്യം അറ്റ് ദ ടോപ്പ് ഓഫ് ദ തലാമസ് ആൻഡ് ദ അതർ ഫ്ലോറൽ പാർട്സ് ആർ ഇൻസെർട്ടഡ് ബിലോ ഇറ്റ്. ഏറ്റവും മുകളിലായിട്ട് ഗൈനീഷ്യത്തിനെയാണ് കാണിച്ചിരിക്കുന്നത്. തലാമസിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഗൈനീഷ്യമാണുള്ളത്, അത് ഏറ്റവും ഉയരത്തിലാണുള്ളത്, സുപ്പീരിയർ ഓവറി ആയിരിക്കും. മറ്റ് ഫ്ലോറൽ പാർട്സ് ഒക്കെ അതിന് താഴെയായിട്ടായിരിക്കും ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. ഹിബിസ്കസ്, സലമാണ്ടൊക്കെ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ദെൻ എപ്പിഗൈനസ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഏറ്റവും ഓവറി എന്ന് പറയുന്നത് ഇൻഫീരിയർ ഓവറി ആയിരിക്കും. എപ്പിഗൈനി ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലോറൽ പാർട്സ് വിത്ത് കാലിക്സ്, കൊറോള ആൻഡ് ഗൈനീഷ്യം എബോവ് ദ ലെവൽ ആൻഡ്രീഷ്യം എബോവ് ദ ലെവൽ ഓഫ് ഗൈനീഷ്യം. ഇവിടെ എന്താണ് തേർഡ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. എപ്പിഗൈനസ്, ഇവിടെ ഓവറിയാണ് ഏറ്റവും താഴെ. അത് ഈ തലാമസ് ഒരു കപ്പ് പോലെ ആയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഓവറിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും താഴെ ഇവിടെ ഓവറിയാണ്, ഇൻഫീരിയർ ഓവറിയാണ്. ബാക്കി ഈ കാലിക്സും കൊറോളയും ആൻഡ്രീഷ്യം ഒക്കെ ഈ ഗൈനീഷ്യത്തിന് മുകളിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതാണ് എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ,
ഈ ഹൈപ്പാന്തിയം എന്ന് പറഞ്ഞാൽ ഈ ഈ റിസപ്റ്റക്കിൾ അല്ലെങ്കിൽ ഈ തലാമസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് ഈ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സിൽ ആബ്സെൻ്റ് ആയിരിക്കും, ഈ മറ്റേ 2 ഫ്ലവേഴ്സിലായിരിക്കും ഉണ്ടാവുക. അതാണ് ഹൈപ്പാന്തിയം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഓവറി സുപ്പീരിയർ, ഓവറി ഇൻഫീരിയർ എന്ന് പറയുന്നത്. ഓവറി ഇൻഫീരിയറിനെയാണ് എപ്പിഗൈനസ് എന്ന് പറയുന്നത്. അവിടെ ഈ പേരയ്ക്കയൊക്കെ ഓർത്താൽ മതി. പേരയുടെ ഒക്കെ ആണെങ്കിൽ ഈ എന്താണ് ഓവറി താഴെയായിട്ടായിരിക്കും കാണുന്നത് മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട്. അതാണ് ഓവറി ഇൻഫീരിയർ. നെക്സ്റ്റ്, ട്രൈഡാക്സ് ആപ്പിളൊക്കെ എന്താണ് ഈ എപ്പിഗൈനസ് ഫ്ലവേഴ്സിന് എക്സാമ്പിൾസ് ആയിരിക്കും. നെക്സ്റ്റ്, പെരിഗൈനസ് ഫ്ലവർ. പെരിഗൈനി ഈസ് രണ്ടിനും കൂടി ഇടയ്ക്ക് വരുന്നതാണ് പെരിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഗൈനീഷ്യം അറ്റ് ദ സെൻറ്റർ ഓഫ് ദ തലാമസ് ആൻഡ് ദ അതർ ഫ്ലോറൽ വോൾസ് അറൗണ്ട് ദ മാർജിൻ ഓഫ് ദ തലാമസ്. ഇവിടെ ഓവറി ഇൻഫീരിയറും അല്ല സുപ്പീരിയറും അല്ല, ഹാഫ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ ആണ്. അവിടെ ഓവറിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും സെൻറ്ററിലായിരിക്കും. മറ്റ് ഫ്ലോറൽ വാൾസ് ഒക്കെ ഇതിന് ചുറ്റിനും ഒരു മാർജിൻ പോലെ ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഇൻ പെരിഗൈനസ് ഫ്ലവേഴ്സ് ovary is half inferior or half superior and the thalamus is a shallow cup which the ovary is partially enclosed. പാർഷ്യലി മാത്രം എൻക്ലോസ് ചെയ്തിട്ടാണ് കാണുന്നത്. ഏറ്റവും സെൻട്രലിലെ ഫിഗറാണ് പെരിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. അവിടെ ഓവറി ഹാഫ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ ആയിരിക്കും. മറ്റ് ഫ്ലോറൽ വാൾസും ഇതെല്ലാം ഏകദേശം ഒരേ ഒരു ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ക്രോട്ടലേറിയ, സിസാൽപീനിയയിലൊക്കെ പെരിഗൈനസ് ഫ്ലവേഴ്സ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് ടാക്സോണമി സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഫ്ലോറൽ ഫോർമുല ആൻഡ് ഫ്ലോറൽ ഡയഗ്രാം. ഓക്കെ, ഫ്ലോറൽ ഫോർമുല എന്ന് വെച്ചാൽ റെപ്രസാലിയൻ ഫീച്ചേഴ്സ്, ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ കുറച്ച് ഫോർമുലയുടെ രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലോറൽ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാലിക്സിനെ കെ എന്ന് പറയുന്ന ക്യാപിറ്റൽ കെ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കൊറോളയെ ക്യാപിറ്റൽ സി, ആൻഡ്രീഷ്യത്തിനെ ക്യാപിറ്റൽ എ, ഗൈനീഷ്യത്തിനെ ക്യാപിറ്റൽ ജി. ഓക്കെ, ദ നമ്പർ ഓഫ് ഫ്ലോറൽ യൂണിറ്റ്സ് ഇൻ എ വോൾ റിട്ടൺ ആഫ്റ്റർ ദ സിംബൽ ഫോർ എ വോൾ. ഒരു വോളിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? ഇപ്പോൾ കൊറോള എന്ന് പറയുന്ന ആ ഒരു വോള്, അതിലിപ്പോൾ 5 സെപ്പൽ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ടൈമായിട്ട് നമ്മൾ ആ നമ്പറും കൂടെ ഡിനോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പോൾ ഇൻഫിനിറ്റ് ആണ് ഫ്ലോറൽ വോൾസ്, നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. ഇപ്പം ഒരുപാട് പെറ്റൽസ് ചിലപ്പോൾ ഫ്ലവറിൽ കാണും, അതൊന്നും അത്രയും നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റിയുടെ ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇഫ് മെമ്പേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് വോൾസ് ആർ റിട്ടൺ സെപ്പറേറ്റ്ലി വിത്ത് എ പ്ലസ് സൈൻ ബിറ്റ്വീൻ ദം. ഇപ്പം കൊറോളയിൽ തന്നെ പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സർക്കിൾസിലായിട്ടാണെങ്കിൽ നമ്മൾ ഒരു ഫസ്റ്റ് സർക്കിളിലെ നമ്മൾ ഔട്ടർ വോളും ഇന്നർ വോളും കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഔട്ടർ വോളിനകത്ത് 5 സെപ്പൽ ഉണ്ടെങ്കിൽ 5 പെറ്റൽ ഉണ്ടെങ്കിൽ അടുത്തതിനകത്തും 5 പെറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ 5+5 എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ, അതിനെയാണ് പ്ലസ് സൈൻ വെച്ചിട്ട് പറയുന്നത്. ഇപ്പം ഈ പറയുന്ന 5 പെറ്റൽ അല്ലെങ്കിൽ 5 സെപ്പൽസും യുണൈറ്റഡ് ആണ്, അവരെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ചുറ്റൊരു ഒരു ബ്രാക്കറ്റ് ഇടും. ഫ്രീ സെപ്പൽസ് അല്ലെങ്കിൽ ഫ്രീ പെറ്റൽസ് ആണെങ്കിൽ നമ്മൾ ആ ബ്രാക്കറ്റ് ഇടത്തില്ല. ഓക്കെ, സുപ്പീരിയർ ഓർ ഇൻഫീരിയർ പൊസിഷൻ ഓഫ് ഗൈനീഷ്യം ഈസ് ഡിനോട്ടഡ് ബൈ എ ലൈൻ എബോവ് ഓർ ബിലോ ഇറ്റ്. ഇപ്പം ഈ ഓവറിയുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് വെച്ചിട്ട് നമ്മൾ അടിയിൽ അല്ലെങ്കിൽ മുകളിൽ ഒരു ലൈൻ ഇടും ഈ ഗൈനീഷ്യത്തിൻ്റെ പറയുമ്പോൾ. ഇവിടെ താഴെ എക്സാമ്പിൾ കാണിച്ചേക്കുന്നതിനകത്ത് ഗൈനീഷ്യത്തിൻ്റെ അവിടെ 2 ആണ്, അത് ബ്രാക്കറ്റഡ് ആണ്. എന്ന് വെച്ചാൽ സിൻ കാർപ്പസ് ആണ്, അവിടെ ഫ്യൂസ്ഡ് കാർപ്പൽസ് ആണ്, അതാണ് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് 2 എണ്ണം. അതിനടിയിലാണ് വര, അതിനർത്ഥം ഓവറി മുകളിലാണ്, എന്ന് വെച്ചാൽ ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്, ഓവറി സുപ്പീരിയർ ആണെന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സിമെട്രി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ. അവിടെ സിമ്പിൾ പോയിട്ടുണ്ട്, ഒരു പ്ലസ് സൈൻ ആണ്, റൗണ്ടിനകത്തൊരു പ്ലസ് സൈൻ ഇവിടെ താഴെ എക്സാമ്പിളിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ടിനോമോർഫിക് ആണ്. ആക്ടിനോമോർഫിക്കും സൈഗോമോർഫിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏത് പ്ലെയിനിൽ നിന്നും ഫ്ലവറിനെ ഈക്വലി കട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് അതിനെ ആക്ടിനോമോർഫിക് ഫ്ലവർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സൈൻ ഇടും. അല്ലെങ്കിൽ സൈഗോമോർഫിക് ആണെങ്കിൽ അവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു സൈനാണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഫീമെയിൽ ഫ്ലവർ ആണെങ്കിലും മെയിൽ ഫ്ലവർ ആണെങ്കിലും ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിലും ഒക്കെ നമുക്ക് സൈൻ ഉണ്ട്.
അപ്പോൾ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന ഫ്ലോറൽ ഫോർമുല നോക്കിക്കേ. എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്. അത് ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, അതിന് കാലിക്സ് 5 എണ്ണമുണ്ട്, കാലിക്സിൻ്റെ അകത്തെ സെപ്പൽസ് 5 എണ്ണം ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആണ്, അതാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അടുത്തത് കൊറോള, അതാണ് ക്യാപിറ്റൽ സി, അതിനകത്ത് 5 പെറ്റൽസ് ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആണ്, അതാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആൻഡ്രീഷ്യം, അതാണ് ക്യാപിറ്റൽ എ, അവിടെ 5 സ്റ്റേമൻസ് ഉണ്ട്, അത് ഫ്യൂസ്ഡ് അല്ല, ഫ്രീ ആണ്, അതാണ് അവിടെ ബ്രാക്കറ്റ് ഇടാത്തത്. അത് കഴിഞ്ഞ് ഗൈനീഷ്യം, അതാണ് ജി, ക്യാപിറ്റൽ ജി, അവിടെ 2 കാർപ്പൽസ് ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആണ്, സിൻ കാർപ്പസ് ആണ്. അതുപോലെ തന്നെ ഓവറി സുപ്പീരിയർ ആണ്, അതാണ് അടിയിൽ വരയിട്ടിരിക്കുന്നത്, ഓവറി മുകളിലാണ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫ്ലോറൽ ഡയഗ്രാം. നമ്മളിപ്പം ഫ്ലവറിൻ്റെ പാർട്സ് ഒക്കെ നമ്മൾ ഒരു ഫോർമുലയുടെ രൂപത്തിൽ എഴുതിയതാണ്, ഫ്ലോറൽ ഫോർമുല. നമ്മൾ ഇനി ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ കാണിക്കാൻ പോവാണ്, അതാണ് ഫ്ലോറൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാ ഈ ഫ്ലോറൽ വോൾസും സെയിം ലെവലാണെന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഫ്ലോറൽ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, it consists of series of concentric circles, each represent one wall of floral leaves. ഇവിടെ ഒരുപാട് കോൺസെൻട്രിക് സർക്കിൾസ് കാണപ്പെടും ഒരു ഫ്ലോറൽ ഡയഗ്രത്തിൽ. ഓരോ സർക്കിൾസും ഓരോ ഫ്ലോറൽ വോളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോപ്പിൽ ഒരു ഡോട്ട് കണ്ടോ, മദർ ആക്സിസ് എന്ന് പറഞ്ഞിട്ട്, അതിനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റെമ്മിൽ നിന്നാണോ ഈ ഫ്ലോറൽ സ്റ്റോക്ക് എറൈസ് ചെയ്തെന്നുള്ളതിൻ്റെ മദർ ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ആ ഡോട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടത്തിൽ ഒരു ബ്രാറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ഫ്ലവർ എവിടെ നിന്നാണോ എറൈസ് ചെയ്തിരിക്കുന്നത് ആ ആക്സിലിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ആ ബ്രാറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. അത് ബോട്ടത്തിലാണ് ബ്രാറ്റ് ഉണ്ടെങ്കിൽ ബ്രാറ്റ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ചില ഫ്ലവേഴ്സിനൊന്നും ബ്രാറ്റ് കാണത്തില്ല, അങ്ങനത്തെ ഫ്ലവേഴ്സിന് അവിടെ ബ്രാറ്റ് വരയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, ബ്രാക്ട്യൂൾസും അതുപോലെ തന്നെ ലാറ്ററൽ സൈഡ്സിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ദ നമ്പർ യൂണിയൻ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഫ്ലോറൽ വോൾ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഡയഗ്രാം. ഇവിടെ നമുക്ക് ഓരോ ഓരോ വോളിൻ്റെ അകത്തും എത്ര ഫ്ലോറൽ യൂണിറ്റ്സ് ഉണ്ടെന്നോ അത് യൂണൈറ്റഡ് ആണോന്നോ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഫ്ലോറൽ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിന് ആൻറ്റീരിയർ സൈഡിൽ എന്തുണ്ട്, ബ്രാറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ 5 സെപ്പൽസ് ഉണ്ട്, അത് ഫ്യൂസ്ഡ് അല്ല, ഫ്രീ ആണ്. അതുപോലെ തന്നെ അകത്ത് നോക്കിക്കേ 5 പെറ്റൽസ് ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആണ്, അതാണ് ആ ഒരു ഫ്യൂസ്ഡ് സൈൻ കാണിച്ചിരിക്കുന്നത്, ഓരോന്നിൻ്റെയും അറ്റത്ത് ഫ്യൂസ്ഡ് സൈൻ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആണെങ്കിൽ അതിനോട്ട് എപ്പിപെറ്റാലസ് സ്റ്റേമൻസ് ആണ്, അതുകൊണ്ടാണ് ഓരോ സ്റ്റേമൻസും ഈ പെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഫ്രീ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ആക്ടിനോമോർഫിക് ആണ്, അതാണ് ആ ഒരു ലൈൻസ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻഫ്ലോറസെൻസിനെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കീപ് വാച്ചിങ്. വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു.